ആ മനുഷ്യനെയും മൃഗങ്ങളെയും പോലെ തന്നെയാ വൃക്ഷങ്ങളും. നല്ല പരിരക്ഷ കിട്ടിയ നല്ല രീതിയിൽ ആദായം തരും. അതെ, ഗുരുവായൂർക്ക് തൊഴാൻ പോയ വിശേഷമൊക്കെ എന്തുണ്ട്? നല്ല വിശേഷമൊക്കെ. ഭാസ്കരന്റെ മോളെ കണ്ടിട്ടുണ്ട്. ബഹുമിടിക്കുക. ഡിഗ്രി കഴിഞ്ഞാലും തുടർന്ന് പഠിപ്പിക്കണം കേട്ടോ. ഓ സമയായി. ശരി. ആ ഭാസ്കരേട്ടാ ശരി. ആ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. يا رب صل عليه وسلم. അസ്സലാമു അലൈക്കും. നമ്മുടെ ജമാഅത്തിന്റെ ഒരു അടിയന്തര കമ്മിറ്റി അസറിന് ശേഷം കൂടുന്നതാണ്. എല്ലാ കമ്മിറ്റി അംഗങ്ങളും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ. അല്ല ആചാര്യ, ഇപ്പൊ ഇങ്ങനെ ഒരു അടിയന്തര കമ്മിറ്റി എന്തിനാന്ന് മനസ്സിലായില്ല. അതോ ആ അത് നമ്മുടെ നെറ്റിയാടൻ സമിതിന്റെ ഓ മകളെ ഇറക്കി വിട്ടതിന്റെ വക പലിശക്കടം കുറച്ച് കേറിയിക്കണ്. ഓ മൂപ്പര കവലയിലെ കടമുറി വിൽക്കാൻ പോണ്. പള്ളിക്ക് അത് വാങ്ങണം. പള്ളിക്കോ അതോ മംഗലത്തെ കരീമിനോ? ഇപ്പൊ പള്ളിന്ന് പറഞ്ഞാ മൂപ്പരല്ലേ ബീരാനെ. പക്ഷേങ്കില് അത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിടിപ്പുകേടില്ലേ ഹാജരെ? നിങ്ങൾ 3 ഹജ്ജ് ചെയ്ത ആളാ. ഈ പറഞ്ഞ ആളുകളേക്കാൾ കൂടുതൽ കുടുംബമഹിമയുണ്ട്. അങ്ങക്കല്ലേ പള്ളി പ്രസിഡന്റ് ആവാൻ കൂടുതൽ യോഗ്യത. എന്നിട്ടും കാശുണ്ടായിട്ടും ഒരു ഹജ്ജിന് പോലും പോവാത്ത മൂപ്പരന്നല്ലേ 10 കൊല്ലായിട്ട് ആ കസരമ്മല്. ഇതൊന്നും ശരിയല്ല ഹാജരെ. ഇതൊക്കെ മഹലുകാർ ചിന്തിക്കേണ്ട കാര്യല്ലേ ബീരാനെ. നേരെ ഒരുപാടായില്ലേ കൊച്ചേ, നീ എപ്പോഴാ പോണേ? ഇല്ലമ്മേ, സമയാവുന്നേ ഉള്ളൂ. എവിടെ പോണ കാര്യ പറയണേ? ഇന്ന് കോളേജ് അവധിയല്ലേ? ആ, ഇത് നല്ല കഥയായല്ലോ. സകല വാർത്തയും വള്ളിപുള്ളി വിടാതെ അമ്മേന്റെ ചെവിയിൽ ഓതുന്ന ആളാണല്ലോ. ഇത് മാത്രം പറഞ്ഞില്ലേ? എന്ത്? അത് ഈ കൃഷ്ണയുടെ മുത്തിനോട് പോയി വന്നിട്ട് പറയുന്നതാ ഭംഗിന്ന് തോന്നി, അതാ. കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണം അത്രേ. വല്യമ്മയുടെ തുളസി ചേച്ചിയുടെ വീടില്ലേ, അതിന്റെ അടുത്താ വീട്. കൂടെ പഠിക്കണ എല്ലാരും പോണ്ടത്രേ. ആണോ? എന്നിട്ട് ആ കുറുമ്പ് എന്നോട് പറഞ്ഞില്ലേ? ഇത് തിന്ന് കഴിഞ്ഞിട്ട് വരെ തരാം കേട്ടാ. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ കാടിവെള്ളം തരാം. രമേശ നോക്കണ, നല്ല വേണ്ട. നിനക്കൊന്നും 20 ലിറ്റർ പാല് ഇറക്കാനുള്ള യോഗ ഇല്ലടാ. സന്ധ്യ അവൻ നിക്കരുതേ, പെട്ടെന്ന് തിരിച്ചു വരണം. ഒരു പൊട്ട് തൊട്ടൂടെ നിനക്ക്? ഓ വേണ്ടമ്മേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊട്ടും കുറിയൊക്കെ ഒരു മോശം പോലെയാ കാലം. പോട്ടെ അമ്മേ. മോളാ, ഞാനിപ്പോഴും ചെറിയ കുട്ടിയെന്നാ വിചാരിച്ചേ. നേരം വെളുക്കണ പോലെയല്ലേ പെൺപിള്ളേരെയൊക്കെ വളർച്ച അങ്ങോട്ട്.
അപ്പൊ അടുത്ത് തന്നെ പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി ഒരു ശാപ്പാർ അടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അല്ലേ? അതെ, നല്ല എനവാ. തൊഴുത്തിലേക്ക് കെട്ടട്ടെ. ആ, വേണ്ട വിലയൊക്കെ ഞാൻ ഭാസ്കരനായിട്ട് പറഞ്ഞോളാം. വേണ്ട വേണ്ട, ഇവിടെ ഉള്ളതിനെ തന്നെ നോക്കാൻ പറ്റില്ല. അല്ല, ചോദിക്കാൻ വിട്ടുപോയി. എന്തിയാ അവള്? ആര്? ഹാ, ഞാൻ തെക്കുംപുറത്ത് വാങ്ങിച്ചു വന്നിട്ട് എനയില്ലേ അത്. ആ അല്ല, അതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അത് ഇനി ആർക്കെങ്കിലും മറിച്ച് വിറ്റോ? ഏയ് ഇല്ല. അങ്ങനെ കൊടുത്താലും ഞാൻ അറിയും. അല്ല, ഭാസ്കരൻ അത് എന്നോട് പറയും. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഞാനാണല്ലോ ഭാസ്കരൻ അതിനെ വാങ്ങിച്ചു കൊടുത്ത്. ആട്ടെ, ഇപ്പൊ 2 നേരം കൂടി ഒരു 20 ലിറ്റർ കിട്ടുമോ? ആ നോക്കിയില്ല. ആ, അതൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണ്ടേ നിങ്ങള്? എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ. വാ. ആ, ആള് നല്ല മിടുക്കിയായല്ലോ. ഭാസ്കരനെ അന്നേരം ഒരു ശകലം ധൃതി കൂടിപ്പോയി. അല്ലേ ഒരു 500 കൂടെ താത്തി കിട്ടേണ്ടതാ. എനിക്കൊരു പരാതിയുണ്ട് കേട്ടോ. എൻ്റെ പോക്കർ കാശ് തീരെ കുറഞ്ഞു പോയി. അതെ, ഇടയ്ക്കൊന്ന് എന്നെ മാറ്റി പിടിക്കുന്ന നല്ലത്. ആ കെട്ടിയിരിക്കുന്നതിന്റെ തള്ളയ്ക്ക് 2 നേരം കൂടി 24. തള്ള വേലി ചാടിയ മോള് മതിലി ചാടുന്നാണല്ലോ. എന്താ ദേവിയമ്മേ, നോക്കണണ്ടാ? ഇല്ല, തൽക്കാലം ഉള്ളതന്നെ മതി. ദേ, ആ കിടാവ് കിടന്ന് കരയിണ്ടേ. വിശന്നിട്ടാ തോന്നുന്നുണ്ട്. വിശന്നിട്ടാ? ഒരു ബക്കറ്റ് കാടിവെള്ളവും 2 പിടി ബൈക്കോലും തിന്നിട്ട് നിക്കണം നിപ്പാത്. അതെ, മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ടിട്ട് ആദായം ഉണ്ടാക്കുന്ന പരിപാടി ഈ മൊയ്തീനില്ല. ആ ഒരു ആദായം എനിക്ക് വേണ്ടേ വേണ്ട. അല്ല പിന്നെ ഓണം കൊടുക്കാനായിട്ട് കിടാവ്. കുറച്ച് കാലമായിട്ട് ഈ ശല്യമില്ലായിരുന്നു. തുടങ്ങിയിട്ടുണ്ടല്ലോ ഭഗവാൻ. കരിങ്കണ്ണനാ, നീ ഇങ്ങ് വന്നേ. ഇന്നാളിതുപോലെ തൊഴുത്ത് കണ്ടുപോയിട്ട് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കുറച്ച് ഉപ്പും മുളകും കാലിന്റെ അടിയിലെ മണ്ണൊഴിഞ്ഞ അടുപ്പിലിട്. കരിങ്കണ്ണൻ. ഉമ്മർക്കാര് ചായ. ആ, ഇന്ന് പണിയുണ്ടായിരുന്നില്ലേ ഭാസ്കരേട്ടാ? ഓ, മാടശ്ശേരിയിലായിരുന്നു. തോമസ് ഏട്ടൻ്റെ അളിയൻ മരിച്ചു. പിന്നെ നേരത്തെ അങ്ങ് നിർത്തി. അല്ല, ഏത് അളിയൻ എന്ന് പറയുമ്പോ ആ വയനാട്ടിലാ ആ, കറുത്തിട്ട്? അത് തന്നെ. പുള്ളിക്ക് എന്താ പറ്റിയത്? അസുഖം വല്ലതും? ആത്മഹത്യയായിരിക്കും. അതേന്ന് ഒരു സംശയവും വേണ്ട. വയനാട്ടുകാരനല്ലേ, ആത്മഹത്യയായിരിക്കും ഉറപ്പാ. ഏയ്, ഇവന്മാർക്കൊക്കെ കുറച്ച് നിലം കാണുന്നേ. വല്ല ബാങ്കിൽ നിന്നാ ബ്ലേഡിൽ നിന്നാ പണം പലിശക്കെടുത്തിട്ട് കൃഷി ഇറക്കും. മഴയും കാറ്റും വന്ന് കൃഷി നശിക്കും. ഒരു കൃഷി നശിക്കാൻ ഇതുപോരെ. ബാങ്കുകാർ വരും ജപ്തി ചെയ്യാൻ ഒരു വശം, ബ്ലേഡുകാരുടെ കൊട്ടേഷൻ സംഘം മറുവശം. ഇതിന്റെ ഇടയിൽ എളുപ്പവഴി എന്താ? ആത്മഹത്യ. ഗോപാലോ, ഓ, ഞാൻ ഈ കടയിലെ പലഹാരമൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അതാ നല്ലത്. അപ്പവും പുട്ടൊക്കെ മാറ്റി. ഇനി ഇഡ്ഡലിയും ദോശയും. മാവാട്ടാൻ കല്ലിന് ഓർഡറും കൊടുത്ത്. ദേ, ഇപ്പൊ പണിക്കാരനെ കിട്ടി. പണിക്കാരനാ? അതാരാ? നീ അല്ലാതാരാ? ഞാനാ? ആ, നിന്റെ പറ്റെഴുതി എന്റെ കൈയൊടിഞ്ഞു രവി. മാവാട്ടിച്ചെങ്കിലും അത് മുതലാക്കണ്ടേ? കടം വന്നാൽ ആ വയനാട്ടുകാരന്റെ ഗതി എനിക്കും വരൂലേ?